അപ്പോൾ ഇപ്പം എവിടെയായി ഏകചക്ര എന്ന ഗ്രാമത്തിൽ ഭഗവധത്തിന് ശേഷം ബ്രാഹ്മണൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന പാണ്ഡവന്മാരും കുന്തിയും വേറൊരു ബ്രാഹ്മണൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹം പറഞ്ഞ കഥകൾ കേട്ട് പാഞ്ചാലിക്ക് സ്വയംവരം ഏതാണ്ടായിട്ടുണ്ടെന്ന് പിന്നെ അങ്ങോട്ട് പോവാം എന്ന് കുന്തി പറഞ്ഞപ്പോൾ അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അവരങ്ങനെ ഏകചക്രയിൽ നിന്ന് പുറപ്പെടാൻ ഭാവിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ വേദവ്യാസ മഹർഷി അവിടെ വന്നു. അപ്പം അദ്ദേഹം മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏകചക്ര എന്ന ഗ്രാമത്തിൽ ഏകമാസം താമസിക്കുക, 1 മാസം, അപ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റിന്, അതായത് അവരവിടുന്ന് പോകുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വന്നു. വ്യാസമഹർഷി ഒന്നോടെ ഇരുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം ഇങ്ങനെ ഏതാണ്ട് പാഞ്ചാലി സ്വയംവരത്തിന് പോകാനുള്ള മട്ടാണെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. കഥ വെച്ചാൽ അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. ഒരു മുനിക്ക്, ഒരു മഹർഷിക്ക് ഒരു മകളുണ്ടായിരുന്നു. ഈ മകള് അതിസുന്ദരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് വിവാഹം ശരിയാവുന്നില്ല. അങ്ങനെ അതിസുന്ദരിയായിട്ടും വിവാഹം ശരിയാവാതെ വന്നപ്പോൾ അവൾ ഭർത്താവ് ഉണ്ടാവാൻ വേണ്ടി പരമശിവനെ തപസ് ചെയ്തു. ഗംഭീരമായിട്ടുള്ള തപസ് ചെയ്ത് അവളുടെ മുമ്പിൽ തപസ്സിൽ പ്രീതനായി ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ടാവണം. സംസ്കൃതത്തിൽ ഭർത്താരം ദേഹി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ തന്നാലും 5 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ പരമശിവൻ പറഞ്ഞു, നീ ഭർത്താവിനെ തന്നാലും എന്ന് 5 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവട്ടെ. അവൾക്ക് കുറച്ച് ക്ഷീണമായി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒന്ന് ഉദ്ദേശിച്ചിട്ട് വേറൊന്ന് പറയില്ലോ, അങ്ങനെയല്ല. ഞാൻ ഒരു ഭർത്താവ് വേണ്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ 5 പ്രാവശ്യം പറഞ്ഞു, നിനക്ക് 5 ഭർത്താവ് ഉണ്ടാവും, അതൊക്കെ നന്നാവും, നിനക്കൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ശിവൻ അവിടുന്ന് പോയി. ആ സ്ത്രീ, ആ മുനികന്യ ഭർത്താവ് ഉണ്ടാവാതെ പരമശിവനെ തപസ് ചെയ്ത ആ സ്ത്രീ ഇപ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായിട്ട് പിറന്നുണ്ട്. നിങ്ങൾ 5 പേർക്കും അവൾ ഭർത്താവും. അതുകൊണ്ട് അങ്ങോട്ട് പൊക്കോളോ, പാഞ്ചാലി സ്വയംവരത്തിന് പൊക്കോളോ, അവർ നിങ്ങളുടെ ഭർത്താവാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് വ്യാസമഹർഷി അവരെ യാത്രയാക്കി. അദ്ദേഹം പോയി. അങ്ങനെ അവിടെ നിന്ന് അവർ ഏകചക്ര ഗ്രാമത്തിൽ നിന്ന് ബ്രാഹ്മണനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് അവർ പതുക്കെ പാഞ്ചാല ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഒരു ചൂട്ട് മിന്നിച്ചുണ്ട്, വിറകുള്ളി മിന്നിച്ചുകൊണ്ട്, ചൂട്ട് മിന്നിച്ചുകൊണ്ട് കുന്നുമ്മന്തുണ്ട് ഓരോ ചൂട്ടുവാണെന്നേ, കുഞ്ഞമ്പൂൻ്റെ അച്ഛനോ പിന്നിയാറാണോ, കുന്നുമ്മന്തുണ്ട് ഓരോ ചൂട്ടുവാണെന്നേ, കുഞ്ഞമ്പൂൻ്റെ അച്ഛനോ പിന്നിയാറാണോ എന്ന് പറഞ്ഞ മാതിരി ചൂട്ടും വീശിക്കൊണ്ട് അവരിങ്ങനെ പുറപ്പെട്ടു. അർജുനൻ ചൂട്ടൊക്കെ വീശി മുമ്പിൽ ഓരോരുത്തർ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഗംഗാനദിയുടെ തീരത്ത് കൂടെ നടക്കുമ്പോൾ അവിടെ നിൽക്കുക എന്നൊരു ശബ്ദം കിട്ടും. ആരാ പോണേ ഈ നേരത്ത്? നോക്കിയപ്പോൾ ഗംഗാനദിയിലൊരു ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോട് കൂടി ജലക്രീഡ ചെയ്യുക. അപ്പട്ടം നിൽക്കുക എന്ന് പറഞ്ഞു. കുതിരോട്ടം ഇപ്പോൾ മണിച്ചിത്രത്താഴിൽ ഇന്നസെൻറ്റിനോട് പറഞ്ഞില്ലേ, അപ്പട്ടം നിൽക്കുക. അതേമാതിരി പറഞ്ഞു, അപ്പട്ടം നിൽക്കുക. എന്താ എന്ന് ചോദിച്ചു അർജുനൻ. നിങ്ങളാരാ? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനും എൻ്റെ ലേഡി സുഹൃത്തുക്കളും ഇവിടെ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ സമയത്ത്? ഇത് ഗന്ധർവന്മാരും യക്ഷിയും രാക്ഷസന്മാരും വിലസുന്ന സമയമാണ്, നിങ്ങൾക്ക് ഇതിലെ നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ചോദിച്ചു. അർജുനൻ ചോദിക്കുക, ഗംഗാനദി, വനം, ഇതൊക്കെ സ്വകാര്യ മേഖലയെന്ന് താൻ ധരിച്ചോ? ഇതൊക്കെ പൊതുമേഖലയാണ്. ഇത് ആർക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അത് ശരി, ഞാനും എൻ്റെ ലേഡി സുഹൃത്തും കൂടി ഇവിടെ കുളിക്കുമ്പോൾ ഇവിടെ കണ്ടവനെ ഞങ്ങൾ ജീവനോടെ വിടില്ല, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ കഥ കഴിക്കും എന്ന്. അത് നീ പള്ളി പറഞ്ഞാൽ മതി. അതായത് ഗന്ധർവ, ആയുധം കാട്ടി എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട, യുദ്ധത്തിനുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് ആ ഗന്ധർവൻ അവിടെ നിന്ന് അങ്ങനെയുണ്ടോ കരയ്ക്ക് കയറി അർജുനനും ഗന്ധർവനും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അതെ, ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അർജുനൻ ഗന്ധർവനെ കീഴടക്കി. അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, തോറ്റു ഞാൻ. എൻ്റെ പേര് അങ്കാരപർണൻ എന്നാണ്. അങ്കാരപർണൻ എന്നൊരു ഗന്ധർവനാണ്. അപ്പോൾ അർജുനൻ ഗന്ധർവനെ
പിടിച്ചു എന്ന് മാത്രമല്ല, അങ്കാരവർണ്ണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വലിച്ചയച്ച് ധർമ്മപുത്രൻ്റെ മുമ്പിൽ കൊണ്ട് കൊല്ലം നോക്കുമ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, എന്താ കാണിക്കണേ? സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഈ സ്ത്രീകളുടെ കൂടെ കളിക്കുന്ന ഇവനെ വിട്ടുകളയൂ, അവനെ കൊല്ലരുത്, അവനെ കീഴ്പ്പെടുത്തിയില്ലേ, വിട്ടുകളയാൻ പറഞ്ഞു. വിട്ടുകളയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ അങ്കാരവർണ്ണൻ എന്ന് പറയുന്ന ഗന്ധർവൻ്റെ ഭാര്യ കുംഭീനസി, അതെ ഗന്ധർവൻ്റെ ഇത്തിരി പേര് പറയാൻ വിഷമമാണ്, കുംഭീനസി എന്നാണ് ഗന്ധർവൻ്റെ ഭാര്യയുടെ പേര്. അവർ ഒന്ന് രക്ഷിക്കണേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു. വിടാ, അങ്കാരവർണ്ണനെ വിട്ടു. ഞാൻ അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവനാണ്, ഞാൻ അർജുനന് കീഴടങ്ങി, എന്നെ അർജുനൻ തോൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അങ്കാരവർണ്ണൻ എന്ന പേര് ഉപേക്ഷിക്കുന്നു. ഈ പേരിനി ഞാൻ പൊതുവേദിയിൽ പറയുന്നതല്ല, ഞാൻ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് വേറെ പേര് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് അത് ആ ഗന്ധർവൻ അങ്കാരവർണ്ണൻ എന്ന പേരങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നാൽ ആ ഗന്ധർവൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ആരോട്? ഈ അർജുനനോട്. നിങ്ങൾക്ക് അർജുന, അങ്ങയുടെ ഈ വീര്യത്തിൽ ഞാൻ തൃപ്തനായി, ഞാൻ അങ്ങയ്ക്ക് നിങ്ങൾക്കൊക്കെ കൂടി ഈ പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും ഗന്ധർവന്മാരുടെ ദേശം തയ്യ കുതിരകളെ തരാം. ആ കുതിരകൾക്കൊക്കെ അസാധ്യ ബലമുണ്ട്, നല്ല ബലമുള്ള കുതിരകളാണ്, യുദ്ധത്തിൽ ഉപയോഗിക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ചാക്ഷുഷി വിദ്യ, അതെ ചാക്ഷുഷി വിദ്യ എന്ന് പറഞ്ഞിട്ടൊരു വിദ്യ ഉപദേശിക്കാം. അപ്പം അതെന്താ വിദ്യ എന്ന് ചോദിച്ചു അർജുനൻ. അതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളെനിക്ക് പ്രാണഭിക്ഷ തന്നു, എന്നെ നിങ്ങൾ കൊല്ലാണ്ട് വിട്ടുല്ലോ, അതെൻ്റെ വലിയ കാര്യം. ആ കൊല്ലാണ്ട് വിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു വിദ്യ ഉപദേശിക്കാം. ചാക്ഷുഷി വിദ്യ ഉപയോഗിച്ചാൽ എല്ലാത്തിനെയും കാണാം, അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ അത് ഒറ്റക്കാലിൽ 6 മാസം തപസ് ചെയ്തിട്ടൊക്കെ നേടേണ്ട ഒരു വിദ്യയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഉപദേശിക്കാം. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ആ വിദ്യ ഉപദേശിക്കാം. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരാളുടെ ഒരു വിദ്യ സ്വീകരിക്കില്ല, അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്കില്ല. അപ്പം അങ്ങ് ആ വിദ്യ ഞങ്ങൾക്ക് ഉപദേശിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെ വേണ്ട, അങ്ങൊരു കാര്യം ചെയ്യൂ, എന്നെ കീഴ്പ്പെടുത്തി ആഗ്നേയാസ്ത്രം എനിക്ക് ഉപദേശിച്ച് തന്നോളൂ. അപ്പോൾ ക്വിഡ് പ്രോ ക്വോ ആയില്ലോ, സംതിങ് ഇൻ റിട്ടേൺ, അതാണ് ക്വിഡ് പ്രോ ക്വോ. അങ്ങേക്ക് ചാക്ഷുഷി വിദ്യ ഞാൻ തരാം, വെറുതെ സ്വീകരിക്കില്ല, വേണ്ട, ഞാനത് തരുന്നത് എനിക്ക് പ്രാണൻ തന്നതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങ് എനിക്ക് അഗ്നേയാസ്ത്രം ഉപദേശിച്ചോളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അഗ്നേയാസ്ത്രം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം, അങ്ങനെനിക്ക് ചാക്ഷുഷി വിദ്യ ഉപദേശിക്കാം. അങ്ങനെ അത് കോംപ്രമൈസായി. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഈ വഴിക്ക് പല ആളുകളും നടന്നു പോകുന്നില്ല, പിന്നെന്താ അവരെയൊന്നും ആക്രമിക്കാതെ ഞങ്ങളെ മാത്രം ആക്രമിച്ചത്? അല്ല, ഞങ്ങളെ മാത്രം ആക്രമിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടതിൻ്റെ കാരണം എന്താ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം, വേറെ ആളുകളും പൂണ്ടല്ലോ. അപ്പോൾ ഈ അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവ, അപ്പോൾ അദ്ദേഹം പേര് ഉപേക്ഷിച്ചു, ശരി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ പുരോഹിതനെ കണ്ടില്ല. അതായത് നിങ്ങൾ ക്ഷത്രിയന്മാരാണ്, നിങ്ങൾ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പുരോഹിതനെ വരിക്കണം, ബ്രഹ്മം മുമ്പിൽ നടക്കണം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, പുരോഭാഗം എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പാക്കം പോവുക. പുരോഗതി, മുൻഭാക്കം, ഗതി പോവുക, മുമ്പാക്കം പോകുന്നതിനാണ് അല്ലേ പുരോഗതി, പുരോഗമനം. രാജ്യം പുരോഗമിച്ചു, എന്തൊരു പുരോഗമനം, പുരോഗതി, അതെ, മുമ്പാക്കം പോകുന്ന അർത്ഥമുള്ളൂ. അപ്പോൾ പുരോഹിതൻ എന്ന് പറഞ്ഞാലോ മുമ്പിൽ ഹിതം ചെയ്യുന്നവൻ. പുരോഭാഗം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, മുമ്പിൽ ഹിതം ചെയ്യുന്നവൻ എന്നാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. രാജാക്കന്മാരൊക്കെ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും അത് ഹിതകരമാക്കി തീർക്കാൻ, ഈശ്വരാനുകൂല്യം ഉണ്ടാക്കി തീർക്കാൻ, നന്മ ഉണ്ടാക്കി തീർക്കാൻ മുമ്പിൽ ഇതറിയുന്ന, ബ്രഹ്മം അറിയുന്ന ഒരു പുരോഹിതൻ മുമ്പിൽ നടക്കണം. അതാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് പുരോഹിതനില്ല, അതുകൊണ്ട് നിങ്ങൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു പുരോഹിതനെ വരിക്കുക. ആ പുരോഹിതനെ മുമ്പിൽ നടത്താൻ പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് അത് വിജയിക്കാൻ വേണ്ട ദൈവികവും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത ആളെ മുമ്പിൽ നിർത്തിയാൽ നിങ്ങൾക്ക് രാജ്യഭാരം കൈവരും. അതില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചത്. അതുകൊണ്ട് പുരോഹിതനെ വരിക്കുക എന്ന് അങ്കാരവർണ്ണൻ പറഞ്ഞു.